ഇന്ന് നമ്മളുടെ മണിക്കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. കഴിഞ്ഞ ആഴ്ച കൊണ്ടുചെന്നപ്പോൾ ഡോക്ടർ ഒരാഴ്ച കഴിഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു. കമ്പി എടുക്കാൻ ടൈമായോ എന്ന് ചെക്ക് ചെയ്യാൻ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഡോക്ടർ ഉണ്ടായിരുന്നു. സൺഡേ ആയാലും ഇവിടെ ഞങ്ങളുടെ മൃഗാശുപത്രിയിൽ ഡോക്ടർ ഉണ്ട്. ഉച്ച വരെ ഒരു 12 മണി വരെ കാണും. അപ്പോൾ സാർ രാവിലെ വന്നു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ഇതിൽ ജോയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കമ്പി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കമ്പി ഇന്ന് എടുത്തു. ഹോളും കമ്പി പുറത്തോട്ടിട്ടുന്ന ഹോളെല്ലാം അങ്ങ് അടഞ്ഞു പോയായിരുന്നല്ലോ. അത് കാരണം ശകലം ഒന്ന് കീറേണ്ടി വന്നു കൈ. ആള് മയക്കോ അവിടെ മരവിപ്പിച്ചിട്ടാണ് കീറിയത് കേട്ടോ. എന്നാലും അവൾക്ക് വേദന ഉണ്ടായിരുന്നു. മരവിപ്പിച്ചിട്ട് കീറിയാലും ഫുള്ളായിട്ട് മരവിക്കൂലല്ലോ, ആ ഒരു സൈഡ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കമ്പി ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ ഒരു ചെറിയൊരു വേദന കാണുമല്ലോ. അപ്പം ആ ഒരു വേദന ഉണ്ടായിരുന്നു. ഒത്തിരി കരച്ചിലായിരുന്നു ആള്. എന്തായാലും 5 മിനിറ്റ് കൊണ്ട് ആ ഡോക്ടർ കാര്യം പെട്ടെന്ന് ചെയ്ത് തീർത്ത്. 2 സ്റ്റിച്ചും ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ മയങ്ങുന്നു, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമായിരുന്നു. ഒരു മിനിറ്റ്. മണിക്കുട്ടാപ്പിയേ, മണിക്കുട്ടി നല്ല ഉറക്കം കേട്ടാ. ആ വേദനയുടെ ഇതുകൊണ്ടാ അവള് മൂത്രമൊക്കെ ഒഴിച്ച്. കമ്പി വലിച്ചെടുത്ത് ആ വേദന സഹിക്കാൻ വയ്യാഞ്ഞിട്ടേ മൂത്രമൊക്കെ ഒഴിച്ചായിരുന്നു. അവളിപ്പോൾ മയക്കമാണ്. കീറിയ ഭാഗം കാണിച്ചു തരാം. നോക്കട്ടെ, അല്ലേ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഞാൻ ചാക്കിട്ടിട്ട് ഇവിടെ അകത്ത് അവളെ കിടത്തിയിരുന്നു. അപ്പോൾ അവൾക്ക് അവിടെ കിടക്കാൻ ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങൾ കണ്ടിരിക്കാൻ വേണ്ടി അവൾ ഇനി വെളിയിൽ വന്ന് ഇവിടെ വന്ന് തറയിലും കിടന്നു. അവൾ ചാക്കിലൊന്നും ഇപ്പം അങ്ങനെ കിടക്കത്തില്ല. അവൾക്ക് എപ്പോഴും തറയിൽ കിടക്കുന്നതാണ് ഇഷ്ടം. ഞെരുവിരിയുന്നു. ഉറക്കം വരുന്നാ? ഉറക്ക ക്ഷീണം ഉണ്ടാ? ഇത് ഈ ഭാഗം എന്ന് പറഞ്ഞാൽ മറ്റേ മുറിവുള്ള ഭാഗം, എല്ല് പൊട്ടിയ ആ ഭാഗമാണ് ഇവിടെ. അവൾക്ക് കമ്പി ഊരാൻ വേണ്ടി ഇട്ടിരുന്നത് ഇതാണ്ട് ഇവിടെ കണ്ടോ. മുറിവിൻ്റെ തൊട്ട് മേളിൽ ഇവിടെ ആയിരുന്നൊരു ഹോൾ ഇട്ടിരുന്നതും കമ്പി പുറത്തോട്ട് വെച്ചിരുന്നു. ആ ഹോളെല്ലാം അടഞ്ഞ് കമ്പി ഇഞ്ഞ് താഴോട്ട് വന്നായിരുന്നു. അതിനിപ്പം കമ്പി എടുത്തതെന്ന് വെച്ചാൽ എന്തുവാ, കൈ കൊണ്ട് ചെന്ന് അവളെ വേറെ തടവാനാണെന്നാണ്. അതിനിപ്പം കമ്പി എടുത്തത് നണ്ടേ കാണിച്ചു തരാം. ഇവിടെ അടിഭാഗത്തു നിന്നാണ് എടുത്തത്. ആ ഹോളിട്ട ഭാഗം അടഞ്ഞു പോയോണ്ട് പിന്നെ ഇവിടെ തൊട്ടാവക്ക് വേദന എടുക്കും. അതുകൊണ്ട് അധികം കാണിക്കുന്നില്ല. ഇവിടെ 2 സ്റ്റിച്ച് വിട്ടകുന്നുണ്ട്. ഇപ്പോൾ ഇട്ട സ്റ്റിച്ചാണത്. അവിടെ ചെറുതായിട്ടൊന്ന് കീറിയിട്ട് അവിടെ നിന്നാണ് കമ്പി വലിച്ച് എടുത്തത്. 2 സ്റ്റിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് നല്ല ഇവിടെ ഇപ്പം മരവിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് കമ്പി എടുത്തത്. എന്നാലും നല്ല വേദന ഉണ്ടായിരുന്നു. കാരണം കമ്പി ഊരിയെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ഫുള്ളായിട്ട് മരവിക്കൂലല്ലോ, ഒരു സൈഡ് മാത്രമല്ലേ മരവിപ്പിക്കത്തുള്ളൂ. ഒരു 5 മിനിറ്റ് ഇച്ചിരി വേദന അനുഭവിച്ചു. എന്നാലും കമ്പിയൊക്കെ എടുത്ത്. ഇനിയിപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞ് അവള് കാല് കുത്തുന്നില്ല, ആ ഒരു കൈ കുത്താതെയാണ് 3 കാലിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല, ഇനിയിപ്പോൾ അത് ഓക്കെ ആയിക്കോളും. പയ്യെ അത് ഇച്ചിരി സമയം എടുക്കും, പക്ഷെ ഓക്കെ ആവും, അവള് കാല് കുത്തിക്കോളൂ എന്ന് പറഞ്ഞു പയ്യെ കൊണ്ട്. അങ്ങനെ ഇന്ന് മണിക്കുട്ടിയുടെ കമ്പി എടുത്തിട്ടുണ്ട്. കമ്പി എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ വന്നിടന്ന് ഉറങ്ങുവാണ് ആശാട്ടി. ഇന്ന് ഭയങ്കര വിറ്റായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ ഇതിപ്പോൾ സ്ഥിരമായിരിക്കുക. നമ്മൾ കടയിൽ പോയി ഇറങ്ങുമ്പോൾ അവൾ എന്നെക്കാളും മുമ്പേ ഒന്ന് ഫ്രണ്ടിൽ ഇരിക്കും കടയിൽ പോകാനായിട്ട്. മരുന്നെല്ലാം ഡോക്ടർ അവിടെ നിന്ന് തന്നെ തരുന്നത് കേട്ടോ. നമുക്ക് അങ്ങനെ പുറത്തുനിന്ന് അധികം മരുന്നൊന്നും നമുക്ക് വേണ്ടി ആവുന്നില്ല. അപ്പോൾ ഡോക്ടർ മരുന്നും തന്നു, ഇനി അതിടണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മണിക്കുട്ടിയുടെ ഇന്നത്തെ വിശേഷം. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലെ മണിക്കുട്ടിയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമെന്ന്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഇന്ന് ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും ബൈ. മണിക്കുട്ടി ഉറങ്ങുവാണ്, അവൾ ഉറങ്ങിക്കോട്ടെ. എല്ലാവർക്കും ബൈ.